ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി ഗംഗ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് പോകുകയെ ഡോർ തുറന്നു നോക്കിയ വിനീഷും അവളെ കണ്ട് കൊതിയുടെ ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്ന് പതിയെ അവളുടെ പുറകെ പോവുകയാ. അടുക്കളയിൽ നിന്ന് ഗംഗ ജഗ്ഗിൽ വെള്ളമെടുത്ത് തിരിയുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന വിനീഷിനെ കാണുന്നത്. ഒരു പതർച്ചയോടെ അവൾ എന്താ എന്ന് ചോദിക്കേ റൂമിൽ വെള്ളം തീർന്നു, അതെടുക്കാൻ വന്നതാ എന്നവനും. വിളിച്ചാ മതിയായിരുന്നല്ലോ എന്ന് ഗംഗ പറയേ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി എന്നവൻ പറയേ റൂമിലേക്ക് പോയിക്കോളൂ, വെള്ളം എത്തിച്ചേക്കാം എന്ന് ഗംഗയും. ഓക്കെ എന്ന് പറഞ്ഞ് അവനും അവിടുന്ന് പോവുകയാണ്. അവിടെ ഗംഗയെയും കാത്ത് കട്ടിലിൽ ഉറങ്ങാതെ ഇരിക്കുക ശാരദയും. യമുന ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. കാവേരി അമ്മയോടായി ലൈറ്റ് കെടുത്തുന്നില്ലേ അമ്മയെന്ന് ചോദിക്കേ ഗംഗ വെള്ളമെടുക്കാൻ പോയിരിക്കുകയല്ലേ, അവള് വരട്ടെ ഇങ്ങോട്ടെന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പോഴാണ് ബെഡിലേക്ക് ശ്രദ്ധിച്ച് അയ്യോ നിള എവിടെയടിയെന്ന് അമ്മ ചോദിക്കുന്നത്. നിളയല്ലേ അമ്മേ ഇപ്പോ അച്ഛമ്മയുടെ കൂടെ പോയി കിടന്നോളാമെന്ന് പറഞ്ഞു പോയത്, ഈ അമ്മയ്ക്ക് ഇതെന്താ എന്ന് കാവേരി ചോദിക്കേ ഓ മറന്നുപോയി എന്ന് അമ്മയും. ലോകത്ത് ആദ്യമായിട്ടല്ല റിസോർട്ടും ഹോട്ടലും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതും അവിടെ ആണുങ്ങൾ വന്ന് താമസിക്കുന്നതും മരുന്നിനെങ്കിലും എല്ലായിടത്തും പെണ്ണുങ്ങളുമുണ്ട്. അവിടൊന്നും ആരും ആരെയും കടിച്ചു കീറി കൊന്നിട്ടുമില്ല, മനുഷ്യര് തന്നെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്നത് എന്ന് കാവേരി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കുകയാ അമ്മയും. അവളൊന്നും മിണ്ടാതെ കിടക്കുമ്പോഴേക്കും ശാരദ വീണ്ടും പരിഭ്രമത്തോടെ ഇരിപ്പാ. ഗംഗ അപ്പോഴേക്കും ജഗ്ഗിൽ വെള്ളവുമായി ഗസ്റ്റ് റൂമിനരികിലേക്ക് ചെന്ന് ഡോറിൽ തട്ടി ഹലോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മറുപടി ഒന്നുമില്ലാഞ്ഞ് വീണ്ടും അവൾ ഹലോ എന്ന് വിളിച്ച് ഡോറിൽ തട്ടുന്നുണ്ട്. വീണ്ടും മറുപടി ഒന്നും കേൾക്കാഞ്ഞ് അവൾ ആ ചാരിയിട്ട ഡോർ തള്ളി തുറന്ന് അകത്തു കയറുമ്പോ അവിടെ കട്ടിലിൽ ഒരുത്തൻ മാത്രം മലർന്നടിച്ച് കിടപ്പാ. അവൾ ആ റൂം പരിഭ്രമത്തോടെ ആകെയൊന്നു നോക്കി അവിടെ ഇരുന്ന കൂജയിലേക്ക് ആ ജഗ്ഗിലെ വെള്ളമൊഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വിനീഷ് പുറകിന്ന് ഒരു തുണി വെച്ച് അവളുടെ മുഖം പൊത്തി പിടിക്കുന്നതും പുറകുവശത്തെ ഡോർ തുറന്ന് മറ്റു രണ്ടുപേരും അകത്തു കയറുന്നതും. ഗംഗ കുതറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കൈതട്ടി ആ മൺകൂജ താഴേക്ക് വീണു പൊട്ടുകയാണ്. ഒരുത്തൻ ഡോർ വലിച്ചടയ്ക്കുമ്പോഴേക്കും അവരിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ഗംഗയും മയക്കത്തിലേക്ക് വീഴുകയാണ്. പിന്നീട് അവർ അവളെ ബെഡിലേക്ക് മലർത്തിയിടുമ്പോഴേക്കും ഒരുത്തൻ മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസമുണ്ടോന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവളുടെ കൈ പിടിച്ച് പൾസും നോക്കി കഴിയുമ്പോഴേക്കും കണ്ണു തുറന്നു കിടക്കുകയായിരുന്ന ഗംഗയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുറ്റി വീഴുന്നുണ്ട്. ശാരദ അപ്പോഴും അവിടെ ഗംഗയെ കാത്ത് പരിഭ്രമത്തോടെ ഇരിപ്പ. യമുനയും കാവേരിയും എല്ലാം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അത്രയും സമയമായിട്ടും ഗംഗയെ കാണാത്തതിനാൽ ശാരദ അവിടെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് ലൈറ്റിട്ട് ഗംഗമോളെ ഗംഗേ എന്ന് വിളിച്ച് അവിടെയെല്ലാം തിരയുന്നുണ്ടെങ്കിലും അവളെ അവിടെ കാണാതെ പരിഭ്രമത്തോടെ ഈ കൊച്ചിവിടെ പോയി എന്ന് പറഞ്ഞ് അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഗംഗേ ഗംഗേ ഗംഗമോളെ എന്ന് വിളിച്ച് അവിടെയെല്ലാം തിരഞ്ഞു നടപ്പാം. ഗംഗ വിളിയൊന്നും കേൾക്കാത്തത് കണ്ട് പരിഭ്രമത്തോടെ വീണ്ടും അവർ റൂമിലേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കാവേരിയെയും യമുനയെയും വിളിച്ചുണർത്തുകയാ. എടി മക്കളെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞവർ വിളിക്കേ എന്താ അമ്മേ എന്ന് ഉറക്കച്ചടവോടെ കാവേരി ചോദിക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളമെടുക്കാൻ പോയ ഗംഗയെ കാണുന്നില്ലെന്ന് എന്നമ്മ വെപ്രാളത്തോടെ പറയേ അമ്മ നോക്കിയോ എന്ന് കാവേരിയും. എടി ഞാൻ എല്ലായിടത്തും നോക്കി, സ്റ്റോർ റൂം വരെ നോക്കി, നോക്കാൻ ഇനി സ്ഥലമില്ലേ വീട്ടിലെ, ഒന്ന് എണീക്ക് കൊച്ചി അവിടുന്ന് എന്നമ്മ പറയുന്നത് കേൾക്കെ കാവേരിയും യമുനയും കട്ടിലിൽ എഴുന്നേറ്റിരിക്കുക. ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴേക്കും കാവേരിയും യമുനയും അമ്മയുടെ പുറകെ പോവുകയാ. കാവേരി പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് ലൈറ്റിട്ട് ഗംഗച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും കാണാതെ അവൾ ഗസ്റ്റ് റൂമിനരികിലേക്ക് ഓടിച്ചെന്ന് ഡോറിൽ തട്ടി ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ഹലോ എന്നൊക്കെ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും കേൾക്കാഞ്ഞ് അവൾ ആ ഡോർ തള്ളി തുറക്കയാ. നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്ന മൺകൂജയും അലങ്കോലമായി കിടക്കുന്ന റൂമുമെല്ലാം കണ്ട് അവൾ പരിഭ്രമത്തോടെ ഈശ്വര ഗംഗേച്ചിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് ചിന്തിച്ച് അമ്മയെന്ന് വിളിച്ച് അമ്മയുടെ അരികിലേക്ക് ഓടുകയാ. ഗംഗേ ഗംഗമോളെ എന്ന് വിളിച്ച് അമ്മയും അവിടെയെല്ലാം ആകെ തിരഞ്ഞു നടപ്പാ. ശബ്ദം കേട്ട് രാധമ്മയും എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്തുവാടി പാതിരാത്രി കിടന്ന് ഈ ഒച്ചയും ബഹളവും ഒക്കെ എന്നമ്മ ചോദിക്കേ. അമ്മേ നിങ്ങളെ എവിടെയെന്ന് വെപ്രാളത്തോടെ ശാരദയും ചോദിക്കുക. അവൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, എന്തുവാടി എന്നമ്മ ചോദിക്കുക. അമ്മ ഗംഗമോളെ കാണുന്നില്ലമ്മ എന്ന് ശാരദ പറയുന്നത് കേൾക്കേ അങ്കൽ അപ്പോടെ നെഞ്ചത്ത് കൈവച്ച് എന്റെ ദൈവമേ ഇവളത് ഇവിടെ പോയി, എനിക്ക് വയ്യെന്നും പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പ അച്ഛമ്മയും. അപ്പോഴേക്കും യമുനയും കാവേരിയും അങ്ങോട്ട് ഓടി വന്ന് അമ്മേ അവരെ ആരെയും റൂമിൽ കാണുന്നില്ല എന്ന് വെപ്രാളത്തോടെ പറയുമ്പോഴേക്കും ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേൾക്കെ യമുനയും ചേച്ചി ഒരു കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദമല്ലേ കേൾക്കുന്നത് എന്ന് ചോദിക്കേ അതെ അത് അവരുടെ കാറാണെന്ന് തോന്നുന്നു വന്ന് എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. വെപ്രാളത്തോടെ അവരുടെ പുറകെ ഓടുന്നുണ്ട് ശാരദയും അച്ഛമ്മയും എല്ലാം. കാവേരിയും യമുനയും സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ സ്റ്റാർട്ട് ചെയ്ത കാർ പോവാൻ തുടങ്ങിയിരുന്നു. ദേ അത് അവരല്ലേ പോകുന്നതെന്ന് ചോദിച്ച് കാവേരി യമുനയും കൂട്ടിക്കൊണ്ട് അവരുടെ പുറകെ ഓടുകയാണ്. നമ്മൾ ഓടിയെത്തില്ല, നമുക്ക് വണ്ടി എടുത്ത് പോവാമെന്ന് യമുന പറയേ വണ്ടിയുടെ ചാവി എടുക്കുന്ന കാവേരിയും പറയുന്നുണ്ട്. ചാവി വണ്ടി തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വണ്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും യമുന പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. കാവേരി പുറകിലേക്ക് കയറുമ്പോഴേക്കും യമുന വണ്ടിയും എടുത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ശാരദയും അമ്മ പിള്ളേര് കാറിന്റെ പുറകെ പോയല്ലോ എന്ന് പറയേ എന്റെ ദൈവമേ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്
എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽപ്പ അച്ചമ്മയും. കാറിൽ മയക്കത്തിലിരിക്കുന്ന ഗംഗയെന്ന് നോക്കിക്കൊണ്ട് എടാ പെട്ടെന്ന് വിടാന്ന് വിനീഷ് ഡ്രൈവറോടായി പറയുന്നുണ്ട്. അവരുടെ പുറകെ വണ്ടിയെടുത്ത യമുനയും കാവേരിയോടായി പറയുന്നുണ്ട്. അവന്മാരുടെ കാറ് കാണാൻ പറ്റുന്നില്ലല്ലോ കാവേരി ചേച്ചി എന്ന്. നീ കുറച്ചുകൂടി വേഗം വിട്. കാർ അധിക ദൂരമൊന്നും പോയിരിക്കാൻ സാധ്യതയില്ല. കാർ സ്റ്റാർട്ടായി പോകുന്ന സൗണ്ട് നമ്മൾ കേട്ടതല്ലേ എന്ന് കാവേരിയും പറയുകയാ. കൂടെയുള്ളവൻ അപ്പോഴേക്കും ബിനീഷിനോടെ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും പുറകെ വരുമോ അളിയാ എന്ന്. എവിടെന്ന്? 3-4 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ അവിടെ എന്ന് വിനീഷ് പറയേ. എടാ ഇനി വരാനാണെങ്കിൽ അവിടെ ആകെയുള്ളത് ആ സ്കൂട്ടി മാത്രമാ. എന്നൊരുത്തം പറയേ, 2 പെണ്ണുങ്ങളെ കൂടി കിടത്താനുള്ള സ്ഥലമുണ്ടല്ലോ ബാക്കില് എന്ന് വിനീഷും പറയുകയാ. അപ്പോഴേക്കും അവിടെ സ്നേഹതീരത്തെ ശാരദ ജയപാലട്ടിനെ വിളിച്ചു നോക്കുകയാ. ജയപാലട്ടൻ ഫോൺ എടുക്കുന്നില്ല അമ്മ എന്ന് ശാരദ പറയേ. നീ ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്ന് അച്ചമ്മയും. ശാരദ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ജയപാലൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ടെൻഷനോടെ നിൽപ്പാ രാധമ്മയും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന യമുനയോട് കുറച്ചുകൂടി വേഗത്തിൽ പോ എന്ന് കാവേരി പറയേ. കാവേരി ചേച്ചി നമുക്കവരെ പിടിക്കാൻ പറ്റുമെന്നാ എന്റെ സംശയം. കാറിനൊപ്പം ഓടിയെത്തോ നമ്മുടെ ഈ സ്കൂട്ടർ എന്നവൾ പരിഭ്രമത്തോടെ പറയേ. പേടിക്കല്ലടി, സ്ഥലം പരിചയമില്ലാത്തവരല്ലേ. ഈ റോഡിലൂടെ വിമാനത്തിലായാലും നമ്മളെ വെട്ടിക്കാൻ അവർക്ക് പറ്റില്ല. നീ വേഗം വിടുന്ന കാവേരി പറയേ. യമുനയും സ്പീഡിൽ വണ്ടി ഓടിക്കുകയും. അങ്ങനെ അവർ ഒരു വളവ് തിരിയുമ്പോഴേക്കും ആ കാർ കാണുന്നുണ്ട്. ചേച്ചി ചേച്ചി ദേ അത് അവന്മാരാണോ എന്ന് നോക്കിയേ എന്ന് യമുന പറയേ. അതെടി, ഈ രാത്രി അവന്മാരല്ലാതെ പിന്നെ വേറെ ആരെ? നീ കുറച്ചുകൂടി പറത്തി വിടുന്ന കാവേരിയും. ഒന്ന് പിടിച്ചിരുന്നോണെന്ന് യമുന പറയേ. നീ ധൈര്യമായി ഓടിച്ചു കയറ്റിക്കോ എന്ന് കാവേരിയും. അത് അവന്മാര് തന്നെയാ, പോ വിട്ടോ എന്ന് കാവേരി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇടയ്ക്കൊരുത്തൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കേ. കാവേരിയെയും യമുനയും കണ്ട് അളിയ ദേ വിചാരിച്ചതുപോലെയല്ല, അവളുമാരാണെന്ന് തോന്നുന്നു, പുറകെ ഒരു വണ്ടിയുണ്ട് എന്ന് പറയേ. ബാക്കിയുള്ളവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. എടാ കൊള്ളാലോ, നിർത്തി കൊടുത്താലോ എന്ന് ഡ്രൈവർ ചോദിക്കേ. വേണ്ട അളിയ, റിസ്ക് എടുക്കണ്ട, ഇത് അവരുടെ നാടാ എന്നൊരുത്തൻ പറയേ. അളിയ കുറച്ചുകൂടി വേഗത്തിൽ വിട്ടോ എന്ന് വേറൊരുത്തനും പറയുന്നു. ഈ റോഡ് നമുക്ക് പരിചയമില്ലാത്തതല്ലേടാ, കുറച്ച് റിസ്കാ എന്ന് വിനീഷ് പറയേ. അളിയ പണിയിരുന്ന് വാങ്ങല്ലേ, അവർ വിവരമറിഞ്ഞ സ്ഥിതിക്ക് ആരെയൊക്കെ വിളിച്ചു വരുത്തുമെന്ന് അറിയത്തില്ല എന്നൊരുത്തൻ പറയേ. ഡ്രൈവ് ചെയ്യുന്നവനും വണ്ടിയുടെ സ്പീഡ് കൂട്ടുകയാ. ഒന്നുകൂടി മനസ്സ് വെച്ചാൽ നമുക്കവരെ പിടിക്കാം മോളെ, സ്പീഡിൽ പോ എന്ന് കാവേരി പറയേ. യമുനയും കത്തിച്ചു വിടുകയാ. അങ്ങനെ പോകുന്നതിനിടയിൽ വണ്ടി ഇടയ്ക്ക് വെച്ച് ഓഫാകേ. എന്ത് പറ്റിയെന്ന് ചോദിച്ച് കാവേരിയും ഇറങ്ങുകയാ. വണ്ടിക്ക് എന്തോ മിസ്സിങ് എന്ന് യമുനയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പറയേ. കാവേരി അത് സ്റ്റാർട്ട് ചെയ്യാനായി നോക്കുന്നുണ്ട്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ അവന്മാരും അവരെ കാണാഞ്ഞേ. നമ്മുടെ പെൺപുലികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോടാ എന്നൊരുത്തനും പറയുന്നുണ്ട്. എന്താ ചേച്ചി, പെട്രോൾ എങ്ങാനും തീർന്നോ എന്ന് യമുന ചോദിക്കേ. അതെ, നാളെ രാവിലെ പമ്പയിന്ന് അടിക്കാമെന്ന് കരുതിയതാ, അതിനിടയിലായി പണി കിട്ടിയതെന്ന് കാവേരി പറയതേ. അവന്മാര് പോയി എന്ന് യമുനയും ടെൻഷനോടെ പറയുകയാണ്. എന്തു ചെയ്യുമെന്നറിയാതെ ചുറ്റുപാടും ടെൻഷനോടെ നോക്കിക്കൊണ്ട് ഇവിടൊന്നും വേറെ വണ്ടിയുമില്ല എന്ന് പറഞ്ഞവരും ടെൻഷനോടെ നിൽപ്പാ. ഹെൽപ്പ് ചെയ്യണോ അളിയാ എന്നൊരുത്തൻ ചോദിക്കേ. വേണ്ട മോനെ, പറത്തി വിട്ടു, ദൈവം നമ്മുടെ കൂടെയാ അല്ലേടാ എന്ന് ഒരുത്തനും ചിരിയോടെ പറയുന്നു. ജയപാലിനെ വിളിച്ചു കിട്ടാഞ്ഞേ, നീ ആ വിനീതിനെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് രാധമ്മ പറയേ. അവൻ എടുക്കോ എന്ന് ശാരദയും. നീ വിളിക്കെന്ന് രാധമ്മ പറയേ. ശാരദ വിനീതിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. ആ കോൾ കട്ടായി പോകുമ്പോഴേക്കും എടുക്കണില്ല, വിനീത് ഉറങ്ങിപ്പോയിന്ന് തോന്നണം അമ്മ എന്ന് ശാരദയും. നീ ഒന്നുകൂടൊന്ന് വിളിച്ചേടിന്ന് രാധമ്മ പറയേ. ശാരദ വീണ്ടും വിനീതിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. വിനീതിന്റെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുജാത എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേക്കും ശാരദ അമ്മായി എന്ന കോൾ കണ്ട് ശാരദയോ എന്ന് പിറുപിറുത്ത് സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്യേ. മോനെ വിനീതേ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ശാരദ ചോദിക്കുന്നവർക്ക്. എന്തിനാടി നിനക്ക് പാതിരാത്രിക്ക് എൻ്റെ മോനെ എന്ന് സുജാതയും. മക്കളെ വളർത്താൻ അറിയില്ലെങ്കിലേ ആത്തിപ്പാറയിലേക്ക് കൊണ്ടുപോയി താഴെ ഇട്ട് കൊല്ലടി. മേലാൽ എൻ്റെ മോന്റെ ഫോണിലേക്ക് വിളിച്ചാൽ അവനായിരിക്കില്ല, ഞാനായിരിക്കും അങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചെവിപൊട്ടുന്ന ചീത്ത വിളിച്ച് ആ കോൾ വെക്കുകയാ സുജാതയും. എന്തു പറ്റിയടിയെന്ന് രാധമ്മ ചോദിക്കേ. വിനീത് അവിടെ ഇല്ലെന്ന് തോന്നണമ്മ, സുജാതയാ എടുത്തത്, കേട്ടാൽ അറയ്ക്കുന്ന വർത്തമാനമൊക്കെയാ പറയുന്നത് എന്ന് ശാരദ സങ്കടത്തോടെ പറയേ. ഇനി എന്ത് ചെയ്യും മോളെ എന്ന് അമ്മയും. അറിയില്ലമ്മ, ഇനി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാ ശാരദയും. കാറിലുള്ള ഒരുത്തനും വിനീഷിനോടായി പറയുന്നുണ്ട്. അളിയ അവര് നമ്മളെ ലൊക്കേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകുന്നത് ഡേഞ്ചർ അല്ലേന്ന്, അതാ ഞാനും ആലോചിച്ചത്. വണ്ടി നമ്പർ അടക്കം ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും എന്ന് വേറൊരുത്തനും പറയേ. അളിയ നിന്നോടാ ചോദിച്ചത് എന്ന് ആദ്യത്തവൻ വിനീഷിനോടായി പറയുന്നുണ്ട്. അതിനീ കാറ് ഇന്ന് രാത്രി ചെക്ക് പോസ്റ്റ് കടക്കാൻ പോകുന്നില്ല. അവരുദ്ദേശിക്കുന്ന വഴികളിലൂടെയൊന്നും നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നില്ല. റിസ്ക് കൂടുതലാണെങ്കിൽ ഇവളടക്കം ഈ കാറ് നാളെ രാവിലെ ഏതെങ്കിലും കൊക്കയിൽ കിടക്കും. 8-10 ലക്ഷം രൂപയല്ലേ ഈ കാറിന്റെ വില, ജീവപര്യത്തിന്റെ വില അതിലും കൂടുതലാ എന്ന് വിനീഷ് പറയുന്നത് കേൾക്കെ. അപ്പൊ ഒന്നും നോക്കണ്ട, വിട്ടു അളിയാ എന്നൊരുത്തനും പറയുന്നു. വിനീത കള്ളുകുടിയന്മാരുടെ പിടിയിൽ നിന്നും ഗംഗയെ രക്ഷിക്കുന്നതും തന്നെ രക്ഷിച്ച വിനീതിനോട് ഗംഗയ്ക്ക് പ്രണയം തോന്നി തുടങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.